പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്ത കേസിലെ പ്രതിയാണ് ജ്യോതി മൽഹോത്ര. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഇന്ത്യ ഒറ്റുകൊടുത്ത വ്ളോഗർ കൂടിയാണ് ജ്യോതി മൽഹോത്ര. ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. ഒരു പക്ഷേ ഒരു 1-2 മാസങ്ങൾക്കൊക്കെ മുമ്പ് ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് തന്നെ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് മീഡിയ മലയാളത്തിൽ നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിരുന്നു, കൃത്യമായ കാര്യങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ മറ്റൊരു മാധ്യമങ്ങളൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുന്ന വാർത്ത അത് നമ്മൾ കൊടുത്തിരുന്നു ആദ്യം 2 മാസം മുമ്പ്. നമ്മുടെ സംസ്ഥാന ടൂറിസത്തിൻ്റെ ഭക്ഷണവും പൈസയൊക്കെ വാങ്ങിയാണ് ഇത്തരത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വാർത്ത വന്നിരുന്നു. കാരണം ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്രയെയും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. വിവരാവകാശ രേഖകളിലാണ് ഇത്തരം ജ്യോതി മൽഹോത്രയുടെ ഒരു പേര് വന്നതും ഇപ്പോൾ മാധ്യമങ്ങളിൽ അത് വളരെയധികം ശ്രദ്ധ നേടിയതും ചർച്ചാ വിഷയമാകുന്നതും. ഏതായാലും ജ്യോതി മൽഹോത്രയുടെ കാര്യം പറയുവാണെങ്കിൽ വളരെ ചാരസുന്ദരി എന്ന് തന്നെ പറയാം. സുന്ദരിയായ ട്രാവൽ വ്ളോഗറാണ്. പക്ഷെ ഇവരുടെ ജീവിത നിലവാരമൊക്കെ ഭയങ്കര ഹൈടെക് ആയിരുന്നു. ഒരുപക്ഷെ NIA ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വിധേയമാക്കിയതും ഇവരുടെ ചില ട്രാവലിംഗ് ആയിരുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ട്രാവലിംഗ് വ്ളോഗുകളാണ് ഇവർ ഏറെക്കുറെ ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ പോയി ട്രാവൽ വ്ളോഗ് ചെയ്യുകയും മാത്രമല്ല ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്, സാധാരണ ഒരു ട്രാവൽ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവർ അന്യ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ലോ ബഡ്ജറ്റ് ട്രാവലിംഗ് ആയിരിക്കും അവർ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ടെൻ്റൊക്കെ അടിച്ച് കിടക്കുക, അല്ലെങ്കിൽ സൈക്കിളിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുക, മാക്സിമം ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ആയിരിക്കും ഇവർ സാധാരണ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ അവരുടെ ഓരോ സ്ഥലങ്ങളെയും മെൻഷൻ ചെയ്തുകൊണ്ട് വ്ളോഗ് ചെയ്ത് ഇടുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് സ്വാഭാവികമായിട്ട് ട്രാവൽ വ്ളോഗേഴ്സ് ചെയ്യുന്നത്. എന്നാൽ ജ്യോതി മൽഹോത്രയുടെ പ്രൊഫൈലൊക്കെ നമ്മൾ എടുത്തു നോക്കി, ഇൻസ്റ്റയൊക്കെ എടുത്തു നോക്കിയാൽ അവർ ഏറ്റവും വലിയ VIP പരിഗണനയിലാണ് ഇവർ പലപ്പോഴും പല രാജ്യങ്ങളും സന്ദർശിക്കാൻ പോകുന്നത്. അവിടെ ചെന്നാൽ തന്നെ ഹൈടെക് ഹോട്ടലുകൾ, അതായത് 5 സ്റ്റാർ ഹോട്ടലുകളെ മതിക്കുന്ന തരത്തിലുള്ള വലിയ ഹോട്ടലുകളിലും വലിയ ആഡംബര വസതികളിലുമൊക്കെയാണ് ഇവർ താമസിക്കുകയും സഞ്ചരിക്കുകയും വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള വലിയ വില കൂടിയ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെയാണ് ഇവർ ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ NIAക്ക് ഒരു സംശയം തോന്നാൻ തന്നെ കാരണം ഇത്തരത്തിൽ അവരുടെ ആഡംബര ജീവിതവും മാത്രമല്ല പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ചില വ്ളോഗിങ്ങുമാണ് NIA അന്വേഷണം തുടങ്ങാൻ തന്നെ കാരണം. ആ അന്വേഷണം എത്തി നിന്നത് വലിയൊരു ചാരവൃത്തി ചെയ്തിട്ടുള്ള കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇവരെ അവസാനം NIA അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറി എന്നുള്ള കണ്ടെത്തലുകളാണ് ആദ്യം വന്നത്. കാരണം പാകിസ്ഥാനിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ സൗഹൃദം സ്ഥാപിക്കുകയും ഈ പറഞ്ഞതുപോലെ അവരുമായിട്ടുള്ള സൗഹൃദം മൂലം ഇവിടെ ഇന്ത്യയിലുള്ള പല കാര്യങ്ങളും പല സ്ഥലങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും ഇത്തരത്തിൽ ചോർത്തി കൊടുത്തു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് NIA അന്വേഷണത്തിൽ മനസ്സിലായത്. ഈവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് വരുന്നത്. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായിട്ടും ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇൻ്റലിജൻസ് വിഭാഗം ഇത്തരത്തിൽ ഈ 33-കാരിയായ ജ്യോതി മൽഹോത്രയെ പറ്റി വളരെ വലിയ തെളിവുകളൊക്കെയാണ് കണ്ടെത്തിയത്. അപ്പോഴും അറിഞ്ഞിരുന്ന ഒരു കാര്യം, കേരളത്തിൽ വന്നു, കേരളത്തിലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ ഇവർ സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നു. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളുടെ അടുത്ത് ഇവർ പോയിരുന്നതായിട്ടും വിവരങ്ങൾ ലഭിച്ചു. പക്ഷേ ഇതെങ്ങനെ വന്നു, എന്താണ് എന്നുള്ളത് ആദ്യം വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പിന്നീടാണ് മനസ്സിലായത്. ഇത്തരത്തിൽ സംസ്ഥാന ടൂറിസത്തിൻ്റെ ഗസ്റ്റായിട്ട്, അതായത് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര ഇത്തരത്തിൽ ഏർപ്പെടുത്തി എന്നുള്ളതും മാത്രമല്ല ടൂറിസം വകുപ്പിൻ്റെ സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിലാണ് ഇവരുടെ പേര് ഉൾപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് കിട്ടിയത്. നമുക്കറിയാം, റിയാസിൻ്റെ റീല് പരിപാടികളൊക്കെ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട റീലുകളൊക്കെ ചെയ്തോട്ടെ, നല്ല കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിനെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരുന്നു. ഏതായാലും കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിൻ്റെ ചെലവിൽ യാത്ര ചെയ്ത് ചെലവിൽ താമസിച്ച്
ടൂറിസം വകുപ്പിൻ്റെ ചിലവിൽ ആഹാരമൊക്കെ കഴിച്ച് ആഡംബര ജീവിതമൊക്കെ നയിച്ചിട്ടാണ് പുള്ളിക്കാരി ഇവിടുന്ന് വേണ്ടുന്ന കാര്യങ്ങളും ചോർത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. എവിടെ? പാകിസ്ഥാനിലോട്ട്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയാണ് ടൂറിസം വകുപ്പിനായിട്ട് പ്രൊമോഷൻ നടത്തിയ വ്ളോഗർമാരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകൾ എന്നാണ് ഇപ്പോൾ ഇവർക്കെതിരെയുള്ള ആരോപണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എന്തൊക്കെ ചോർത്തി അല്ലെ എന്തൊക്കെയാണ് പാകിസ്ഥാന് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു അന്വേഷണത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഇവർ സന്ദർശിച്ചിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ ഇവർ സന്ദർശിച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മൂന്നാർ, തൃശ്ശൂർ, കുത്താമ്പള്ളി, നെയ്ത്തുഗ്രാമം, കണ്ണൂരിലെയും കോഴിക്കോടെയും ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആതിരപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിൽ ഇവർ സന്ദർശനം നടത്തിയിരുന്നു. വീഡിയോയിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനപ്പെട്ടതായിട്ട് അതിൽ കാണാൻ കൊച്ചിയാണ് പ്രധാനം. നമുക്കറിയാം റാണയുടെയൊക്കെ കേസ് കൊച്ചിയിലാണ് വന്ന് തമ്പടിച്ചിരിക്കുന്നത്. മാത്രമല്ല തേക്കടി, ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര, കോവളം, ജടായുപാറ, വർക്കല, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവയും മറ്റൊരു വ്ലോഗിലും ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് അതിലെന്താണ്, അതിൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചാരപ്രവൃത്തി ചെയ്തു എന്നുള്ളത്? അത് നമ്മൾ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ അവർക്ക് വേണ്ടി കൂട്ടുനിന്നോ ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ഈ വ്ളോഗേഴ്സിനെ, ട്രാവൽ വ്ളോഗേഴ്സ് എന്ന് പറയുന്ന നിരവധി രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്, നിരവധി രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ചാരപ്രവൃത്തി ചെയ്യുന്നവരാണ് കൂടുതലും വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. കാരണം ഈ ഓരോ വ്ളോഗറിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇവർ ഈ റീൽസിനൊക്കെ വേണ്ടി വ്ളോഗേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു പുറമേയുള്ള ഒരു മോഡിയും പ്രൗഢിയും ആയിരിക്കും നോക്കരുത്. അറ്റ്ലീസ്റ്റ് അവർ എന്തൊക്കെ വ്ളോഗിങ് ആണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ തന്നെ അറിയാം ഇവരുടെ കൂടുതലും പാകിസ്ഥാൻ ടച്ചുള്ള വീഡിയോസും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വീഡിയോസും കാണാം. അപ്പോൾ തന്നെ ഇവരെ പറ്റി ഒന്ന് അന്വേഷിക്കണമായിരുന്നു. അത് ആരുടെ കുഴപ്പമാണ്? സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെയും കുഴപ്പം തന്നെയല്ലേ? അപ്പോൾ ഒരു വ്ളോഗറെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏതെങ്കിലും സർക്കാർ ഔദ്യോഗിക തലത്തിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട രേഖകൾ പരിശോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം അതാത് ഔദ്യോഗിക തലത്തിലിരിക്കുന്നവർക്കാണ്. മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർക്കാണ്. അപ്പോൾ എവിടെയാണ് പിടിപ്പുകേട് വന്നത്? നിങ്ങൾ ചാരപ്രവൃത്തി ചെയ്യാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതല്ല, പക്ഷേ അതിന് വേണ്ടുന്ന സഹായം ഒരുക്കി. അതെങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു സഹായം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്നെ എങ്ങനെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്? ഇവരുടെ ഈ വ്ളോഗിങ് കണ്ടിട്ടാണ്. അല്ലാതെ ജ്യോതി മൽഹോത്ര എന്നൊരു വ്യക്തിയെ എന്നേക്ക് അറിയില്ല. വ്ളോഗർ ഇങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട്, പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പേരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വ്ളോഗിങ് ചെയ്തത്. അതിലൂടെയാണ് NIA അന്വേഷണം തുടങ്ങിയത്. അപ്പം നിസ്സാരമായിട്ട് കാണേണ്ടുന്ന നിസ്സാരമായിട്ട് നമ്മളൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന ഒരു കാര്യത്താണ് സംസ്ഥാന ടൂറിസം വകുപ്പിന് പ്രശ്നം പറ്റിയത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. ജ്യോതി മൽഹോത്ര എന്താണെന്ന് അറിയാനും അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാനും. ഒരു പക്ഷേ ഈ പഹൽഗാം ആക്രമണമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പ് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ NIAക്കൊക്കെ ഈ വിവരം നമ്മൾ ചോർത്തി കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കുറേ ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ അറിയാൻ പറ്റില്ല. കാരണം ഇവരും ചാരപ്രവൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇവരെ ഒന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്കറിയാമായിരുന്നു പല കാര്യങ്ങൾ. അപ്പോൾ അതാരുടെ വീഴ്ചയാണ് പറ്റിയത്? സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിനെ അനധികൃതമായിട്ടുള്ള എവിടുന്ന് അവർക്ക് ഈ ഫോളോവേഴ്സും ബാക്കിയുള്ളതും നോക്കിയാൽ മതി. അപ്പോൾ അത് നോക്കി അത്തരത്തിലുള്ള വ്ളോഗേഴ്സിനെ എടുക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ, കാരണം സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഒരു കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏത് അണ്ടനെ അടകോടനെ എടുക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്, പാകപ്പഴകൾ വരുന്നത്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഇവർ റീലുകളിലൂടെ ചെയ്തത്? ഒരിടത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നു, കുറച്ച് പേര് കാണുന്നു. ഇതല്ലാതെ സംസ്ഥാന ടൂറിസം വകുപ്പിന് ഈ പറഞ്ഞതുപോലെ കോടികളുടെ ലാഭമൊന്നും ഇവർ മൂലം ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വ്ളോഗേഴ്സ് തന്നെ പല തരത്തിലുണ്ട്, പല ടൈപ്പുണ്ട്. അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരുണ്ട്, അജ്ഞത മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട്, ഈ പറഞ്ഞതുപോലെ അറിവ് കേടും കൊടുക്കുന്നവരുണ്ട്. ഈ പറഞ്ഞോണം സമൂഹത്തിന് വളരെ ഭീഷണിയായിട്ടുള്ളവരും സമൂഹത്തിന് ഈ പറഞ്ഞ തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ വ്ളോഗ്
ബ്ലോഗേഴ്സ് എന്താണ്, അറ്റ്ലീസ്റ്റ് അവരുടെ നാടും വീടും എന്താണെന്നെങ്കിലും അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ബ്ലോഗേഴ്സിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്നും ഒരിതും ഇല്ലാണ്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന ടൂറിസം വകുപ്പിനാണ്. ഏതായാലും പ്രത്യേകിച്ച് ഇവർ പോയിരിക്കുന്ന കണ്ണൂർ ഭാഗങ്ങളിലാണ് ഏറെക്കുറെ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനു വന്നു, എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് അടക്കം ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കും. ഇവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും മറ്റാരെങ്കിലും ചെയ്തുകൂടാ എന്നുണ്ടോ? മുഹമ്മദ് റിയാസ് അങ്ങനെ ചെയ്ത് കാണത്തില്ല, മന്ത്രി അങ്ങനെ ചെയ്ത് കാണത്തില്ല. പക്ഷേ ഇതിനകത്തുള്ള മറ്റാരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പോൾ അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം NIA തുടർന്നുള്ള അന്വേഷണത്തിൽ അത് കൃത്യമായും വെളിച്ചത്ത് വരുന്നതാണ്. ഏതായാലും ജ്യോതി മൽഹോത്ര സംസ്ഥാനത്ത് വന്ന സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ആഡംബര വസതിയിൽ ഉറങ്ങി ലാബിഷായിട്ട് പോയി ചാരപ്രവർത്തിക്ക് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്തതിന് കാശും കൊടുത്ത് മുഹമ്മദ് റിയാസ് വിട്ടു എന്ന് ചുരുക്കത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ട മന്ത്രി. ഏതായാലും ഇനിയെങ്കിലും ബുദ്ധിയോടും ബോധത്തോടും ഓരോ കാര്യങ്ങൾ ഓരോ വ്യക്തികൾ, നമ്മളൊരു സർക്കാർ ജോലിയിൽ തന്നെ ഒരാളെ പ്രവേശിക്കുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും, അയാൾ എന്താണെന്നുള്ള അന്വേഷിക്കും. കൃത്യമായിട്ടുള്ള എൻക്വയറി നടത്തിയിട്ടായിരിക്കുമല്ലോ കയറ്റുന്നത്. ഏതൊരു ജോലിയിൽ, ഏതൊരു സ്ഥാപനത്തിൽ, ഏതൊരു വ്യക്തിയെ പങ്കെടുപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള എൻക്വയറീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ചാരസുന്ദരി ഇത്തരത്തിൽ വന്ന് മെഴുകിയിട്ട് പോകാനുള്ള കാരണം. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവരെടുത്തിട്ടുള്ളത് എന്നൊക്കെയുള്ള നമുക്കും വാർത്തകളിലൂടെയൊക്കെ അറിയാൻ സാധിക്കും. ഏതായാലും എന്തൊക്കെ ഇവിടുന്ന് അടിച്ചുമാറ്റി, എന്തൊക്കെ ഇവിടുന്ന് ഒറ്റുകൊടുത്തു എന്നുള്ളത് കേരളത്തിൽ നിന്ന് തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.